Christmas and a Happy New Year. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പോകണം. കാരണം കുറേ കാര്യങ്ങളുടെ പുറകെയായിരുന്നു, അതുകൊണ്ടിട്ടാണ് വീഡിയോ ഒന്നും വരാനത്. 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഞങ്ങൾ അന്വേഷിച്ചതിനും. അതുപോലെ തന്നെ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം വീക്കെൻഡ് പ്ലസ് ഞങ്ങളുടെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ, അപ്പോൾ അതിനു മുന്നായിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു പ്രത്യേകത ഉണ്ട്, വിത്തൗട്ട് ഓവൻ, അതുപോലെ തന്നെ എഗ്ലെസ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, ക്രിസ്മസ് സ്പെഷ്യൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദപ്പൊടി എന്ന് പറയുന്നത് ഏകദേശം ഒരു 16 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് പാല്, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ലായനി, അതായത് ഷുഗർ സിറപ്പ്, പിന്നെ നമ്മൾ ചോക്ലേറ്റ് പൗഡർ, അതുപോലെ തന്നെ പഞ്ചസാര ആവശ്യത്തിന് പൊടിച്ചത്, പിന്നെ ചോക്ലേറ്റ് സിറപ്പ്, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. നമുക്കപ്പോൾ നമ്മൾ 3 പ്രാവശ്യം, നമ്മൾ ഏകദേശം ഒരു 3 പ്രാവശ്യം നല്ല രീതിയിൽ അരിച്ചെടുത്ത മൈദപ്പൊടിയാണ് നമുക്ക് അതേപോലത്തെ ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്യാനായിട്ട് ഇടാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് പൗഡറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, അത് നല്ല രീതിയിൽ പൊടിച്ചതാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കത് കുഴപ്പമില്ല. നമുക്കിത് ഇനിയും നല്ലതുപോലെ പൊടിയായിട്ട് കിട്ടാൻ വേണ്ടി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണ സമയത്ത് നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിനാൽ നല്ലതുപോലെ ഒന്നും കൂടി പൊടിഞ്ഞ് എല്ലാം കൂടി കറക്റ്റായിട്ടത് നല്ല പൊടിയായിട്ട് കിട്ടും. അതായത് ഒരു തരികളില്ലാതെ നമുക്ക് കറക്റ്റ് പൊടിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നേരെ മിക്സിക്കകത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ക്ഷമിക്കണം, നമ്മൾ മിക്സ് ചെയ്യണം. നമ്മൾ ബേക്കിംഗ് സോഡ ഇടാൻ മറന്നു. നമ്മളൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ എല്ലാ പൊടികളും, അതിപ്പോൾ ചോക്ലേറ്റ് പൗഡർ ആണെങ്കിലും ചെറിയൊരു കട്ടയായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് മിക്സിക്കകത്തിട്ട് എന്തായാലും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് അത് കട്ടയൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് നേരെ മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നല്ലപോലെ മിക്സിക്കകത്തിട്ട് അടിച്ച് പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് കുറച്ച് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാലിൻ്റെ കൂടെ ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. കറക്റ്റ് കുഴമ്പ് പരുവമായിട്ടുണ്ട്. നമ്മളിനി ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമുക്ക് അതിലോട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമുക്ക് അതിലോട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യണ പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഫുള്ള് ഒഴിച്ചതിന് ശേഷം ഒന്ന് എല്ലാ ഭാഗത്തോട്ടും ഇതൊന്ന് ഇരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കേക്കിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഇങ്ങനെ കുഴിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓവൻ ഇല്ലാതെയാണ് വെക്കുന്നത്. നമ്മൾ മിക്സ് ഇറക്കി വെക്കാൻ പറ്റിയ പാത്രം, അതായത് മിക്സ് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റിയ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്ലേറ്റ്, എന്തെങ്കിലും ഒരു പ്ലേറ്റ് കമഴ്ത്തി വെക്കുക. കമഴ്ത്തി വെച്ചതിന് ശേഷം നമ്മളുടെ മിക്സ് അതിലോട്ട് ഇറക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓവൻ ഇല്ലാതെ എല്ലാവർക്കും, ഓവൻ ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചെയ്യുക. നേരെ നമ്മളെ മിക്സ് ഇറക്കി വെക്കുക. ഏകദേശം ഒരു 45 മാക്സിമം 1 മണിക്കൂർ. ഈ ടൈമിൽ നമ്മുടെ കേക്ക് കറക്റ്റ് ബേക്ക് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 45 മണിക്കൂർ വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. 1 മണിക്കൂർ നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വേറൊരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റാം. അപ്പോൾ മാക്സിമം നമ്മൾ 1 മണിക്കൂർ എടുത്തുള്ളൂ, കറക്റ്റ് 1 മണിക്കൂറിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കേക്ക് റെഡിയായി. നമുക്കിനി ഇതേപോലത്തെ ഒരു ട്രേയിലോട്ട്
നമ്മൾ കേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഓയിൽ പേപ്പർ വെച്ചേക്കണോണ്ട് പെട്ടെന്ന് കേക്ക് പോകുന്നു. നമുക്കിനി ഇത് രണ്ടായിട്ട്, അതായത് ഈ സെയിം റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് നടുഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കാം. കേക്ക് അപ്പോൾ നല്ല ചൂടോട് ഇവിടെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കട്ട് ചെയ്യണത്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. അതങ്ങനെ കിട്ടാൻ കാരണം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പൊടി, അതായത് തരി പോലും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്ത്. അപ്പോൾ നമ്മളിത് രണ്ട് പീസാക്കി എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ നടുക്ക് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും ഇടാൻ വേണ്ടിയാണ് നമ്മൾ 2 പീസാക്കിയത്. പീസാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ 2 പീസാക്കി നമുക്കിനി അതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി നമുക്കൊന്ന് ജസ്റ്റ് 2 റൗണ്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം, ഇതിലാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് വന്നത്, ക്ഷമിക്കണം. കേക്ക് ബാക്കിയെല്ലാം ഓക്കെ, ബട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയപ്പോഴത്തേക്ക് കുറച്ച് മിൽക്ക് കൂടിപ്പോയി, അതുകൊണ്ടാണ് സൈഡിൽ നിന്ന് ഒലിച്ചിറങ്ങിയത്. അപ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു മിൽക്ക് കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്കി കേക്ക് കാര്യങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ വിപ്പിംഗ് ക്രീം ഞങ്ങൾ തന്നെ പൗഡർ വാങ്ങിച്ച് ചെയ്തതാണ്, പക്ഷേ നമുക്ക് ബ്ലെൻഡിങ് മെഷീൻ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ മിക്സിക്കകത്തിട്ടിട്ടാണ് അടിച്ചത്. ആക്ച്വലി അത് ക്രീം വാങ്ങാൻ കിട്ടും, വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഉണ്ടാക്കുന്നവർ ക്രീം വാങ്ങുന്നതാണ് നല്ലത്. പൊടിയായിട്ട് പൗഡർ അല്ലാതെ ക്രീമായിട്ട് കിട്ടും, അത് വാങ്ങിച്ച് ജസ്റ്റ് നമുക്ക് ആവശ്യത്തിന് മധുരം കൂടി ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. പക്ഷെ ഞങ്ങൾ ചെയ്തത് മിസ്റ്റേക്ക് വന്ന്, പക്ഷേ ഞാനത് നേരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് ഓക്കെ എടുത്ത്. ഇത് മാത്രം ഒരു മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള കോലമാണിത്. ഞാനപ്പോൾ നേരെ എൻ്റെ മേലോട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത്. പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട്, കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ചെറിയൊരു മിസ്റ്റേക്ക് വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.